നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൊടിത്തൂവയാണ്. തൊട്ടാൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ഈ ചെടിയെ നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. രക്തം ശുദ്ധീകരിക്കുവാനും മലശോധന ഉണ്ടാക്കുവാനും വളരെ ഉത്തമമായ ഔഷധമാണ് കൊടിത്തൂവ. യൂഫോർബേസിയ കുടുംബാംഗത്തിൽ വരുന്നതിൻ്റെ ശാസ്ത്രീയ നാമം ട്രാഗിയ ഇൻവോളുക്രേറ്റ എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ദുസ്പർശ, ദുരാലഭ, യവാസ, യാസ എന്നൊക്കെയാണ് നാമധേയങ്ങളുള്ളത്. സൈഗോഫിലേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഫെഗോണിയ ക്രിറ്റിക്ക എന്ന സസ്യത്തെയും ചിലർ ദുരാലഭമായി, അതായത് കൊടിത്തൂവയായി എടുത്തു വരാറുണ്ട്. കേരളത്തിലുടനീളം വളർന്നു വരുന്ന ഒരു സസ്യമാണ് കൊടിത്തൂവ. ഈ സസ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉടനീളം രോമാവൃതമാണ്. അതുപോലെ ഇതിൻ്റെ ഇലകൾ ഏകാന്തരമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. ഈ സസ്യത്തിന് ഒരു ചെറിയ തണ്ടും അതിൻ്റെ അടുത്ത് ഒന്നോ രണ്ടോ ചുറ്റിക്കയറുന്ന ശാഖോപശാഖകളോടും കൂടിയതാണ്. ഇതിൽ ആൺപൂക്കളും പെൺപൂക്കളും കാണാൻ സാധിക്കും. വളരെ ചെറിയ പൂക്കളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഫലത്തിന് വെളുത്ത നിറമാണ്. അതിൽ വിത്തുകളും കാണാൻ സാധിക്കും. ഇതിൻ്റെ പൂക്കൾ അഗ്രസ്ഥമായോ ഇലകളുടെ കക്ഷത്തിലോ ആണ് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഇലയാണ് ദേഹത്ത് തട്ടിയാൽ ചൊറിച്ചിലുണ്ടാക്കുന്നത്. വേര്, സമൂലം എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. കൊടിത്തൂവ ദുസ്പർശം എന്നാണ് അതിൻ്റെ പേര് പറയുക സംസ്കൃതത്തിൽ. ദുസ്പർശം എന്ന് വെച്ചാൽ ദുഃഖേന സ്പർശിതും ശക്യം എന്ന് പറയും. അതായത് അതിനെ തൊടാൻ പറ്റില്ല. അത്രേ തൊട്ട് കഴിഞ്ഞാൽ മേലെ മുഴുവൻ ചൊറിച്ചിൽ വരും. അതാണ് ദുസ്പർശ എന്ന പേര്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉപയോഗം ഈ അർശസിൽ അല്ലെങ്കിൽ മൂലക്കുരു, അതുപോലെ തന്നെ ഈ വിട്ടുമാറാത്ത ഈ തലകറക്കം, ഈ വെർട്ടിഗോ എന്ന് പറയുന്നൊരു അസുഖമുണ്ട്. ചില ആൾക്കാർ ബാലൻസിൻ്റെ കുഴപ്പം എന്നൊക്കെ പറയും. നമ്മൾ ഈ ആയുർവേദത്തിലെ ദുരാലഭാരിഷ്ടം, അതുപോലെ ദുസ്പർശകാദി കഷായം, ഈ രണ്ട് മരുന്നുകളാണ് ഈ മരുന്ന് ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട രണ്ട് ഔഷധങ്ങൾ. അപ്പോൾ ഈ അർശസ്സുള്ള രോഗികൾക്ക് ഈ കൊടിത്തൂവ സമൂലം അങ്ങോട്ട് കഷായം വയ്ക്കുക. ഒരു ലേശം തേനോ എന്തെങ്കിലും നെയ്യും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിച്ച് കഴിഞ്ഞാൽ മൂലക്കുരു പൊട്ടിപ്പോണതും അതൊക്കെ ചുരുങ്ങിയിട്ട് നല്ല ആശ്വാസം. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭ്രമം എന്ന് പറഞ്ഞ രോഗം, അതായത് പിബേത് ദുരാലഭാക്വാദം സകൃതം ഭ്രമശാന്തയേതെന്നാണ് പറയാം. അതായത് ഈ വിട്ടുമാറാത്ത തലകറക്കം എപ്പോഴും ഉള്ള ആൾക്കാർക്ക് ഈ ദുരാലഭ കഷായം വെച്ചിട്ട് നെയ്യ് മേപ്പടി ചേർക്കാം. അതിൽ ചിലപ്പോൾ രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് ചില മെഡിക്കേറ്റഡ് ഘൃതം വേണമെങ്കിൽ ചേർക്കാം. അത് ചേർത്തിട്ട് ദിവസത്തിൽ 2 നേരം ഒരു 14 ദിവസം കഴിച്ചാൽ വിട്ടുമാറാത്ത ഈ തലകറക്കം മാറും. പിന്നെ ഈ കൊടിത്തൂവ ഈ ചില പൊടിക്കൈകൾ പ്രയോഗിക്കുന്നേ ഈ അൺകോൺഷ്യസ് സ്റ്റേജിൽ ഈ തല കറങ്ങിയിട്ട് ബോധമില്ലാണ്ട് കിടക്കുന്ന ചില ആൾക്കാർ, അവരപ്പോൾ ബോഡി സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തുവ കുടിച്ച് കുറേശ്ശെ അവിടെ അങ്ങനെ വെച്ച് ഈ അതിനൊരു ഇറിറ്റേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ മൂക്കിലും ഈ ബോധമില്ലാത്ത ആൾക്ക് മൂക്കിൽ ലേശം അതിനെങ്ങനെ മണപ്പിക്കും. അപ്പോൾ ആ മണപ്പിച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇറിറ്റേറ്റ് ചെയ്യുന്ന സാധനമാണ്. ഈ നെർവസ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഈ കോൺഷ്യസ് വരാനുള്ള ഒരു ചെറിയ പ്രയോഗങ്ങളുണ്ട്. അതുപോലെ ഇതിട്ടിട്ട് ഈ പുകച്ച് കഴിഞ്ഞാൽ ഇതിട്ട് പുകച്ച ഈ കീടങ്ങളെ, പ്രാണികളെ, കൊതുകൾ ഇതൊക്കെ അകലാനുള്ള ഒരു പ്രയോഗമുണ്ട്. ഇതിട്ട് ഈ പുകയ്ക്കുന്നതിലേക്ക് ഈ കൊടിത്തൂവ ലേശിട്ടുണ്ട് പുകച്ചാൽ മതി. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ.